കാറ്റ്, സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ എന്നിങ്ങനെ കാറ്റിനെ തിരിക്കാം. സ്ഥിരവാദങ്ങൾ: വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണിവ. നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നീ പേരുകളിലും സ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നു. ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ എന്നിവയാണ് പ്രധാന സ്ഥിരവാദങ്ങൾ. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ. ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത്. പശ്ചിമവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങൾ. കാലികവാദങ്ങൾ: നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശികവാദങ്ങളായ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയും ഉഷ്ണശൈത്യകാലങ്ങളിൽ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും കാലികവാദങ്ങളിൽ ഉൾപ്പെടുന്നു. കാലികവാദങ്ങളാണ് കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവതക്കാറ്റ്, താഴ്വരക്കാറ്റ്, മൺസൂൺ കാറ്റുകൾ. നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളെയാണ് കാലികവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. പർവതക്കാറ്റും താഴ്വരക്കാറ്റും: രാത്രികാലങ്ങളിൽ പർവതച്ചെരുവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവതക്കാറ്റ്. പകൽ സമയത്ത് സൂര്യതാപമേറ്റ് പർവതച്ചെരുവിലെ വായു വികസിച്ചുയരുന്നത് താഴ്വരയിൽ നിന്നും പർവത മുകളിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് താഴ്വരക്കാറ്റ്. രാത്രികാലങ്ങളിൽ പർവതച്ചെരുവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നത് പർവതക്കാറ്റും പകൽ സൂര്യതാപമേറ്റ് പർവതച്ചെരുവിലെ വായു വികസിച്ച് ഉയരുന്നത് താഴ്വരയിൽ നിന്നും പർവത മുകളിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു. ഇതാണ് താഴ്വരക്കാറ്റ്. മൺസൂൺ കാറ്റുകൾ: കാറ്റിൻ്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭൂഖണ്ഡം വൻതോതിൽ ചൂട് പിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. കാറ്റിൻ്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭൂഖണ്ഡം വൻതോതിൽ ചൂട് പിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. കൊറിയോലിസ് പ്രഭാവത്താൽ തെക്കു പടിഞ്ഞാറ് നിന്ന് വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ശൈത്യകാലത്ത് ദക്ഷിണേന്ത്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിൻ്റെ പിടിയിലമരുന്നതിനാൽ ഉത്തരേന്ത്യയ്ക്കു മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ശൈത്യകാലത്ത് ദക്ഷിണേന്ത്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യമായതിനാൽ ഉത്തരേന്ത്യയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇതിനാൽ കരയിൽ നിന്ന് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായി കാറ്റ് വീശുന്നു. കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായി കാറ്റ് വീശുന്നു. പൊതുവെ ഈർപ്പരഹിതമായ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് വിളിക്കുന്നു. പ്രാദേശികവാദങ്ങൾ: ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. പ്രാദേശികവാദങ്ങളിലേറെയും കാലികമാണ്. അതത് പ്രാദേശിക നാമങ്ങളിലാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത്. എക്സാമ്പിൾ: ലൂ,
ഉത്തരേന്ത്യൻ സമതലം. വീശുന്ന പ്രദേശം ഉത്തരേന്ത്യൻ സമതലം. സവിശേഷത ഉഷ്ണക്കാറ്റ്. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചരിവ്. വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഫോൻ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതച്ചരിവിലാണ് വീശുന്നത്. വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഹർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി. കൊടും ചൂടിനെ ശമനമേകുന്ന കാറ്റാണ് ഹർമാറ്റൻ. ലൂ വീശുന്നത് ഉത്തരേന്ത്യൻ സമതലം. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചരിവ്. ഫോൻ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതച്ചരിവ്. ഹർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി. ചക്രവാതങ്ങൾ ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാതങ്ങൾ. ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ശക്തമായി കാറ്റ് വീശുന്നതാണ് ചക്രവാതങ്ങൾ. ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ്. ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾ കൂടുതൽ വിനാശകാരികളാണ്. ഉഷ്ണമേഖലകളിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജീവമാകുന്നു. കരയിലെ താപ സാഹചര്യങ്ങളിൽ കടലിൽ നിന്നും വ്യത്യസ്തമായതും കരയിൽ കർഷണം കൂടുതലായതുമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കരയിൽ കയറുന്നതോടെ നിർജീവമാക്കാൻ കാരണം. തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലി വില്ലീസ്, ടൊർണാഡോ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. മിതോഷ്ണമേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണമേഖലാ ചക്രവാതങ്ങൾ ജന്മമെടുക്കുന്നത്. മിതോഷ്ണമേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണമേഖലാ ചക്രവാതങ്ങൾ ഉണ്ടാകുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതത്തെ അപേക്ഷിച്ച് മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളുടെ വ്യാപ്തി കൂടുതലാണെങ്കിലും ഇത് വിനാശകാരികളല്ല. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങളുടെ വ്യാപ്തി കൂടുതലാണെങ്കിലും ഇത് കൂടുതൽ വിനാശകാരികളാകില്ല. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യവസ്ഥകൾ വൻകരകൾക്ക് മുകളിലൂടെ നീങ്ങാൻ കഴിയുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാരദിശയിലുമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളുടെ വായുപ്രവാഹം എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാരദിശയിലുമാണ്.